ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഏറെ വിഷമത്തോടെയാണ്. മഴ എന്ന് കേൾക്കുമ്പോൾ മഴപ്പാട്ടും മഴയത്തെ കളിയും മൂടിപ്പിടിച്ചുള്ള ഉറക്കവും എല്ലാം ഉൾപ്പെട്ട അനുഭവങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അല്ലേ ഇന്ദു? തീർച്ചയായും. എന്നാൽ ഇന്ന് നമുക്കതിന് സാധിക്കുന്നില്ലല്ലോ നന്ദു. വയനാട്ടിലെ നമ്മുടെ എത്ര സഹോദരങ്ങളുടെ ജീവനാണ് ഈ മഴക്കാലം കവർന്നെടുത്തത്. നമ്മുടെ കേരളത്തിന് കണ്ണീർ മഴയായി അവരെല്ലാം. ആ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞു. സകലതും നഷ്ടപ്പെട്ട ഓരോരുത്തർക്കുമായി നമുക്ക് നമസ്തേ ചക്കുവെള്ളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കാം. തീർച്ചയായും നന്ദു. കേൾക്കാം കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു പഠിക്കാം. പാട്ടുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്, മേളമുണ്ട്, അറിവുണ്ട്, ന്യൂസുണ്ട്, കഥയുണ്ട്, ചോദ്യമുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, കളിച്ചിരി മേളമുണ്ട്. കേൾക്കാം കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു രസിക്കാം. കേൾക്കാം കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു പഠിക്കാം. This is Namaste Chakkuballam. This is Namaste Chakkuballam. This is Namaste Chakkuballam. This is Namaste Chakkuballam. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നമസ്തേ ചക്കുപള്ളം യുവർ റേഡിയോ ചാനൽ. ഇന്ന് ഒരു അടിപൊളി മഴ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നെന്താ ആദ്യ പരിപാടി? മഴ ദുഃഖമായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്നറിയാമോ നന്ദു? അത് നാം മനുഷ്യരുടെ പ്രകൃതിയോടുള്ള അതിരു കവിഞ്ഞ കൈകടത്തൽ മൂലമല്ലേ? മരങ്ങൾ നശിപ്പിക്കുന്നത്, മലകൾ തുറന്ന് കെട്ടിടങ്ങൾ പണിയുന്നത്, പുഴ കയ്യേറുന്നത്, ഇതെല്ലാം അതിൽപ്പെടും. ശരിയാണ്, ഭൂമി മനുഷ്യന് എല്ലാം വാരിക്കൊരു നൽകി. എന്നാൽ മനുഷ്യൻ ആ സൗകര്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുകയാണ്. സർവം സഹയായ ഭൂമി ചില ദുരിതങ്ങളുടെ രൂപത്തിൽ മനുഷ്യന് അത് കാണിച്ചു തരുന്നു. ഇനി നമുക്കൊരു കവിത കേട്ടാലോ? ശ്രീ രാജേഷ് അഞ്ചലിൻ്റെ കവിത പക ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദുരന്തം അനുഭവിക്കുന്നവരുടെ വേദനയ്ക്കൊപ്പം പങ്കുചേരാം. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നാം മനുഷ്യർ ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. എങ്കിൽ നമുക്ക് കവിത കേട്ടാലോ? ആരാണ് കവിത അവതരിപ്പിക്കുന്നത്? വെൽക്കം സാനിയ ചേച്ചി. ഇരുനായി അടരാരു മനുജ, നീ ചെയ്തൊരപരാധമൊന്നും മറന്നിടേണ്ട. കലികാലമെന്നു പൊഴിഞ്ഞതിൽ ഫലമെന്ന് വെറുതെ പുലമ്പി നടന്നിടേണ്ട. പണ്ടും പറഞ്ഞു ഞാനരുതരുതേ എൻ്റെ അമ്മയാ ഭൂമിയെ കാത്തിടുവാൻ. തെല്ലും കടിഞ്ഞാലില്ലാത്തൊരു പോക്കിന്ന് കാട്ടിത്തരുന്നൊരു വൻദുരന്തം. അഴകോലും മാമലയല്ലേ നിരത്തി നീ കമനീയ സൗധങ്ങൾ പണിയുവാനായി. കർണങ്ങൾ പൊട്ടിത്തെറിക്കുമാറുച്ചത്തിൽ കല്ലുകൾ കീറിപ്പിളർന്നതില്ലേ. കുളിരും കുളിർ കാറ്റുമാവോളം നൽകിയ പുഴയോരം മാന്തിയെടുത്തതില്ലേ. അറിയാതെ പോലും നീ നോവിച്ചിടാതെ നിന്നഭയമാ ഭൂമിയെ പുണരുന്നതാത്രയേ. അറിയാതെ പോലും നീ നോവിച്ചിടാതെ നിന്നഭയമാ ഭൂമിയെ പുണരുന്നതാത്രയേ. വളരെ നന്നായിട്ടുണ്ട് നന്ദു. ഇപ്പോൾ പെയ്യുന്ന മഴ ഏതാണെന്ന് പറയാമോ? കാലവർഷം, ഇടവപ്പാതി, ഇങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ നമുക്ക് ചന്തുചേട്ടനെ വിളിക്കാം. ചന്തുചേട്ടാ, പറഞ്ഞു തരൂ ഞങ്ങൾക്ക് ഇടവപ്പാതിയെ പറ്റി. ഓ, അതിനെന്താ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്നത് എന്തൊരു മഴയാണല്ലേ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നീണ്ട ഒരു മഴക്കാലം നമുക്ക് ലഭിക്കുന്നത്. മഴ വ്യത്യസ്ത ആളുകൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ചേമ്പിലെയോ വാഴയിലെയോ ചൂടി സ്കൂളിലോ മറ്റോ പോയിരുന്ന ബാല്യ കൗമാരങ്ങളുള്ളവർക്ക് അത് ഗൃഹാതുരത ഉണർത്തുന്നു. എന്നാൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് ഇരയായി ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് അതൊരു ദുരന്ത സ്മൃതി ഉണർത്തുന്നു. വ്യക്താദൃഷ്ടമായ അനുഭവങ്ങളും അനുഭൂതികളും മാറ്റി നിർത്തിയാൽ മഴ ഒരു അനുഗ്രഹമാണ്. ഭൂമിയുടെ ഉത്ഭവകാലത്ത് കോടിക്കണക്കിന് വർഷങ്ങളോളം നീണ്ടുനിന്ന മഴക്കാലമാണ് ഇന്നത്തെ സമുദ്രങ്ങളായി മാറിയത്. ജീവന്റെ ഉത്ഭവവും അതേ സമുദ്രങ്ങളിലായിരുന്നു.
അതിനാലാണ് നാം അതിനെ ജീവജലം എന്ന് പറയുന്നത്. ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് കഴിഞ്ഞ ജൂൺ മാസം ആരംഭിച്ച ഈ മഴക്കാലത്തിന് മലയാളികൾ പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. ഭൂമിശാസ്ത്രത്തിൽ ഈ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അതെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം. ഉത്തരേന്ത്യയിൽ വെയിൽ കനക്കുമ്പോൾ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിലേക്ക് ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാല സമുദ്രഭാഗത്തു നിന്നും വീശുന്ന കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ലക്ഷദ്വീപുകൾ കടന്ന ജൂൺ മാസം ആദ്യം അഥവാ ഇടവം മാസത്തിന്റെ പകുതിയോടെ എത്തി കേരളത്തിലും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും വടക്കു കിഴക്കൻ ഇന്ത്യയിലും പെയ്യുന്ന കാലവർഷം ജൂലൈ പകുതിയോടെ ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കുന്നു. കേരളത്തിൽ ഒരു വർഷം പെയ്യുന്ന ശരാശരി വാർഷിക വർഷപാതം 360 സെന്റിമീറ്ററാണ്. ഇതിന്റെ 70% പെയ്യുന്നത് ജൂൺ ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ പെയ്യുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ കൂടുതലായി പെയ്യുന്നത് വടക്കൻ കേരളത്തിലാണ്. വടക്കു കിഴക്കൻ മൺസൂൺ തെക്കൻ കേരളത്തിലും. വടക്കു കിഴക്കൻ മൺസൂൺ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? അതെ, തുലാവർഷം. ഈ 2 മഴക്കാലങ്ങളാണ് കേരളത്തെ പച്ച പുതുപ്പിക്കുന്നത്, നദികളെ ജലസമൃദ്ധമാക്കുന്നത്, വൈദ്യുതോൽപാദനം സമ്പന്നമാക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചലനങ്ങൾ മെച്ചപ്പെട്ട മൺസൂൺ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. കൃഷി, വ്യവസായങ്ങൾ, ശുദ്ധജലം എന്നിവയ്ക്കെല്ലാം ഈ വർഷകാലം അത്രയും പ്രധാനപ്പെട്ടതാണ്. മഴ അത് ചിലപ്പോൾ കലിതുള്ളും, ശിരസ് നമിക്കുക, കൊടുങ്കാറ്റിലെ പുൽക്കൊടി പോലെ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവുകയില്ലല്ലോ. മഴ മുന്നറിയിപ്പുകൾ കാര്യമായി എടുക്കാം, കരുതിയിരിക്കുക. നല്ലൊരു മഴക്കാലം അല്ല, മൺസൂൺ കാലം ആശംസിക്കുന്നു. മനസ്സിലായ കൂട്ടുകാരെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റി? ഇക്കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി മഴദിനമായിരുന്നു എന്തു? മഴദിനമോ? എന്താണത്? മഴദിനത്തെ പറ്റി പറഞ്ഞു തരാമോ ചന്തുചേട്ടാ? ജൂലൈ 29 മഴദിനം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്കും കാലാവസ്ഥയ്ക്കും പ്രാധാന്യം കൂടി വരികയാണ്. മഴദിനത്തെ പറ്റി ഒരു രസകരമായ കഥയുണ്ട് കൂട്ടുകാരെ. 1800കളുടെ അവസാനത്തിലാണ് മഴദിനം ആദ്യമായി നടന്നത്. വില്യം ആലിസൺ എന്ന ഫാർമസിസ്റ്റാണ് മഴദിനം സൃഷ്ടിച്ചത്. പെൻസിൽവാനിയയിലെ ഹൈ സ്ട്രീറ്റിൽ ആലിസന് ഒരു മരുന്ന് കടയുണ്ടായിരുന്നു. എല്ലാ വർഷവും ജൂലൈ 29 മഴ പെയ്യുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ എല്ലാ വർഷവും ജൂലൈ 29 മഴദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. അതിനുശേഷം ആലിസൺ ഈ തീയതിയിലെ മഴയുടെ വാർഷിക റെക്കോർഡ് സൂക്ഷിക്കുവാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ ആൽബർട്ട് ആലിസൺ ഇത് ചെയ്യാൻ തുടങ്ങി. ഈ 2 സഹോദരന്മാരുടെയും കൗതുകകരമായ ഈ പ്രവൃത്തി ദ ബൈറൺ ഡെയിലി എന്ന പത്രത്തിന്റെ റിപ്പോർട്ടറായ ജോൺ ഒഹാരയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. 1930കളിൽ മഴദിനത്തെ പറ്റിയുള്ള ഈ കഥകൾ ഇദ്ദേഹം മറ്റു പത്രങ്ങൾക്ക് അയച്ചു നൽകി. ഇതോടെ വ്യാപകമായ മഴ ദിനാഘോഷങ്ങൾ നടത്താൻ തുടങ്ങി. മഴയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും മഴവെള്ള സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മഴദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ കൂട്ടുകാരെ മഴദിനത്തെ പറ്റി? ഇനി നമുക്ക് സ്കൂൾ വാർത്തകളിലേക്ക് കടക്കാം. ചേച്ചി, എന്തൊക്കെയാണ് സ്കൂൾ വാർത്തകൾ? നമസ്കാരം. സ്കൂൾ വാർത്തകൾ. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് ചക്കുവള്ളം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ആദരാഞ്ജലി. മരണപ്പെട്ടവരുടെ നിത്യശാന്തിക്കായി ആഗസ്റ്റ് 2-ാം തീയതി രാവിലെ 10 മണിക്ക് മൗന പ്രാർത്ഥന നടത്തി. ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മഴമാപിനി സ്ഥാപിച്ചു. ഇതിൻ പ്രകാരം ദിവസേന പെയ്യുന്ന മഴയുടെ അളവ് കുട്ടികൾക്ക് നിരീക്ഷിച്ച് രേഖപ്പെടുത്തുവാൻ സാധിക്കും. താരതമ്യേന ഈ ആഴ്ച മഴ കുറവായിരുന്നു. എങ്കിലും 31-ാം തീയതി രാവിലെ 11:30 വരെയുള്ള 48 മണിക്കൂറിനിടയിൽ 7.7 സെന്റിമീറ്റർ മഴ പെയ്തു. ജൂലൈ 30, 31, ആഗസ്റ്റ് 1 തീയതികളിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സ്കൂൾ അവധിയായിരുന്നു. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2024 ഓഗസ്റ്റ് 16 നടക്കും. കൂടുതൽ വിവരങ്ങൾ നോട്ടീസ് ബോർഡിൽ ലഭ്യമാവുന്നതാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നാം ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി നിനക്കറിയാമോ എന്തു? ഒരു പിടിയുമില്ല. ചന്തുചേട്ടനെ വിളിച്ചാലോ? ചന്തുചേട്ടാ, മഴ അറിയിപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ അലേർട്ടുകൾ TV-യിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈറ്റ് മഴയില്ല, ഗ്രീൻ നേരിയ മഴ, മഞ്ഞ ശക്തമായ മഴ, ഓറഞ്ച് ശക്തമായതോ അതിശക്തമായതോ മഴ, റെഡ് അതിതീവ്ര മഴ,
ഓറഞ്ച് അലേർട്ട് വരുമ്പോഴാണ് നാം എമർജൻസി കിറ്റ് തയ്യാറാക്കേണ്ടത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഒരു കിറ്റിൻ്റെ മാതൃക നമുക്ക് പരിചയപ്പെടാം. ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് ചുരുങ്ങിയത് 1 ലിറ്റർ വെള്ളം, ബിസ്ക്കറ്റ്, റസ്ക്, ഉണക്കമുന്തിരി, നിലക്കടല പോലെയുള്ള ലഘു ഭക്ഷണ പദാർത്ഥങ്ങൾ. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ദിവസേന കഴിക്കുന്ന മരുന്നുകൾ, ക്ലോറിൻ ടാബ്ലറ്റുകൾ എന്നിവ. ആധാരം, ലൈസൻസ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി വിലയേറിയ രേഖകൾ, അത്യാവശ്യത്തിനുള്ള പണം. ദുരന്ത സമയത്ത് അപ്പോൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കേൾക്കാൻ ഒരു റേഡിയോ. വ്യക്തി ശുചിത്വ വസ്തുക്കളായ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, സാനിറ്ററി പാഡ്, ടിഷ്യൂ പേപ്പർ എന്നിവ. ഒരു ജോഡി വസ്ത്രം. ഭിന്നശേഷിക്കാർ ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സഹായ ഉപകരണങ്ങൾ. വെളിച്ചത്തിനായി മെഴുകുതിരിയും തീപ്പെട്ടിയും പ്രവർത്തന സജ്ജമായ ടോർച്ചും ബാറ്ററിയും. രക്ഷാപ്രവർത്തകരെ ആകർഷിക്കുന്നതിനായി വിസിൽ. അവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കത്തിയോ ബ്ലേഡോ. മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതിനായി മൊബൈൽ ഫോൺ, ചാർജർ, പവർ ബാങ്ക്. സാനിറ്റൈസറും സോപ്പും. മാസ്ക്. ഒരു എമർജൻസി കിറ്റ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം. കേട്ടോ കൂട്ടുകാരെ? ഒരു പുതിയ അറിവിന് വളരെ നന്ദി ചന്തു ചേട്ടാ. ഇനി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് ആശംസകൾ നൽകേണ്ടേ? 3ാം ക്ലാസ്സിലെ കാവ്യശ്രീ, 5ാം ക്ലാസ്സിലെ അരുണിമ, 10ാം ക്ലാസ്സിലെ അരുണ ആർ. ഹാപ്പി ബർത്ത്ഡേ ഫ്രണ്ട്സ്. Happy birthday to dear one. Happy birthday to you. ഇന്ന് നമുക്ക് നിർത്തിയാലോ ഇന്ദു? ഇന്നത്തെ പരിപാടികൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, നമസ്തേ ചക്കുവള്ളത്തിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ എല്ലാവരും റെഡി ആയിരിക്കണേ. എന്നാൽ ഞങ്ങൾ തൽക്കാലം വിട പറയുന്നു. ദിസ് ഈസ് നമസ്തേ ചക്കുവള്ളം. ഞങ്ങൾ നിങ്ങളുടെ RJs നന്ദു ആൻഡ് ഇന്ദു. We are now signing off from the show Namaste Chakkuballam. ബായ് കൂട്ടുകാരെ. Bye.